ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ARK Achu. സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേനെ കരയിപ്പിക്കാൻ പോവാ. നെട്ടിയില്ലേ? അങ്ങനത്തെ കരയിപ്പിക്കലല്ലേ ഗൈസ്, സന്തോഷക്കണ്ണീരില്ലേ ആ സംഭവം. കാരണം പറയുന്നില്ല, ഇന്ന് മൈ മോംസ് ബർത്ത്ഡേ ആണ്. സോ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ട് ഒരു ചെറിയ പാർട്ടി പോലെ കേട്ടോ, ചെറിയത് കുട്ടി വലുതായിട്ട് സങ്കല്പിക്കില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഉള്ള കാര്യം പറയട്ടെ, ഞങ്ങളാരും ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടത്തിലല്ല. ഞങ്ങളെ ബർത്ത്ഡേ ആഘോഷം എന്ന് വെച്ചാൽ രാവിലെ എണീക്കണം. അത് ഓൾറെഡി ഉണ്ടല്ലോ, ഫാം ഉള്ളതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോകും. അത് ഒഴിവാകാത്തൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പായസം വെക്കും. പായസം എന്തായാലും വെക്കും, കുടിക്കും, വരുന്നവർക്കും കൊടുക്കും. പിന്നെ ഡ്രസ്സ് അങ്ങനെ എല്ലാ ബർത്ത്ഡേക്ക് എടുക്കില്ല. റയറായിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കും. ചിലതിന് എനിക്കറിയില്ല കൺഫേം, എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ ലാസ്റ്റ് ഡ്രസ്സ് എടുത്ത്. ആൻഡ് എൻ്റെ ലൈഫിൽ ഞാൻ 2 വട്ടമാണ് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളൂ. ഐ മീൻ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും വന്നിട്ടുള്ള ചെറിയ ആഘോഷമല്ലേ അതും ഞാൻ സർപ്രൈസ്ഡ് ആയോ എന്ന് വെച്ചാൽ എങ്ങനെ പറയാൻ, ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പൊട്ട എന്തെങ്കിലുമൊക്കെ ഹിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മളങ്ങനെ ഇതാക്കാൻ വരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് സർപ്രൈസ്ഡ് ആയില്ല. പക്ഷേ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ്ഡ് ആയിട്ട്, അതായത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അത് ഞാൻ അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. എന്താ പറയുക, ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ അതാണ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒന്ന് കിട്ടുകയെന്നറിയില്ലേ, ആ ഒരു ഫീല്. ആ സംഭവം ഞാൻ ഇന്ന് അമ്മയ്ക്ക് എങ്ങനെയും കൊടുക്കും. എങ്ങനെയും ആ ഫീല് ഞാൻ ഉണ്ടാക്കിയെടുക്കും. സോ അതാണ് ഇന്നത്തെ പരിപാടി മെയിനായിട്ട്. എൻ്റെ അമ്മ ഇതുവരെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചോന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. ഞാൻ തന്നെ 2 പ്രാവശ്യം കട്ട് ചെയ്തുള്ളൂ. എൻ്റെ അമ്മ അത്രയും ഉണ്ടാവില്ല. കാരണം അറിയാലോ, ഞങ്ങൾ ആഘോഷിക്കാത്ത ആ കൂട്ടത്തിലാണ്. ആൻഡ് ഇന്ന് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ സംഭവങ്ങളൊക്കെ വെച്ച് നൈറ്റ് ഒരു ചെറിയ സെറ്റാക്കും. സോ അതിനാദ്യം ഗിഫ്റ്റ് വാങ്ങണം. ആ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ മാത്രം പോയി എടുത്താൽ അത് ശരിയാവോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടി. ആൾക്ക് ക്യാമറ അലർജി, അതാ മുഖം കാണിക്കാത്ത ആളും എന്നെ പോലെ ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന. അങ്ങനെ ഞങ്ങൾ 2 കൂടി നേരെ മിഠായി തെരുവിലേക്ക് വിട്ടു. വാച്ച്, മാല, കമ്മൽ, പിന്നെ ചെരുപ്പ്, പിന്നെ ഒരു ഡ്രസ്സ്, ഇതൊക്കെ കൂടി ഒരു പെട്ടിയിലാക്കി ഗിഫ്റ്റാക്കി കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ കൂടെ വന്നൊക്കെ ഞാൻ നല്ല ഫുഡും വാങ്ങിക്കൊടുത്തു. അവൾ ഹോസ്റ്റലിൽ തന്നെ തട്ടി. അങ്ങനെ ഗിഫ്റ്റ് സെറ്റായി. പക്ഷെ അപ്പോഴാണ് അടുത്തൊരു പ്രോബ്ലം. എനിക്ക് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അമ്മ ഉള്ളപ്പോൾ നടക്കൂലല്ലോ. ഞാൻ അതിന് എന്തോ ഒരു കള്ളത്തരം കണ്ടുപിടിക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നവരാണ് അമ്മയായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒരു അമ്മയും അച്ഛനും കൂടി മാമൻ്റെ അവിടെ പോവാണ്. മതിയല്ലോ, എന്നാൽ പിന്നെ ആ ടൈമിൽ എനിക്കൊന്ന് ഡെക്കറേറ്റും ചെയ്യാം. പിന്നെ ഒരു വരുമ്പോഴത്തേക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുകയും ചെയ്യാമല്ലോ. സോ അങ്ങനെ അവർ പോകുന്ന വരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ബോയ്സിനെയും വിളിച്ച് പരിപാടി അങ്ങോട്ട് തുടങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു ഗസ്റ്റിനെ കണ്ടു. പക്ഷെ പുള്ളിക്കാരൻ പാവായതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിട്ടു. പുള്ളിക്കാരൻ്റെ രാത്രിയും പറഞ്ഞ് ഞങ്ങൾ നേരെ കേക്ക് വാങ്ങാൻ പോയി. അപ്പം പിന്നെ കേക്ക് മാത്രമാക്കില്ല, ആവശ്യത്തിനുള്ള ഡെക്കറേഷനുള്ള സാധനം അവിടെ തന്നെ വാങ്ങിക്കാൻ. വീട്ടിലെത്തി കേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നു. പിന്നെ നേരെ ഡെക്കറേഷൻ പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഓരോരുത്തരും ഓരോ പണിയാണ് ചെയ്യുന്നത്. കാരണം അവരെപ്പോഴാണ് വരാന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് വല്ലതും പൂച്ച സാർ അറിയുന്നുണ്ടോ? ഡെക്കറേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ച് ഗിഫ്റ്റ് പൊതിഞ്ഞില്ല എന്ന്. അപ്പോഴാണ് ഞാൻ ഗിഫ്റ്റ് നല്ലോണം പൊതിയെന്ന് പറഞ്ഞിട്ട് ഇവൻ കയറി പൊതിയാൻ തുടങ്ങി. ഇതിന്റെ ഇടയിലാണെങ്കിൽ പൂച്ചസാദ എന്റെ കേക്ക് കൊണ്ടാന്ന് കരയാൻ തുടങ്ങി. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛനും അമ്മയും കൂടി പെട്ടെന്ന് നേരത്തെ വന്ന് ഗിഫ്റ്റ് എടുത്ത് എല്ലാം കൂടി ഉള്ളിലേക്ക് മണ്ടാൻ തുടങ്ങി. അമ്മയ്ക്ക് അപ്പോഴേക്ക് കാര്യം മനസ്സിലായി. നീട്ടോ ഡെക്കറേഷൻ കണ്ടിട്ടാണ് 2 അന്തം വിട്ട പോലെ നോക്കി നിൽക്കുക. ഞാൻ ഈ വീട്ടിലേക്ക് കയറി പോയതെന്ന് പറഞ്ഞ് നേരെ അടുക്കളയിൽ പോയി സന്ധ്യാദീപം കൊണ്ടുവരും പോലെ കേക്കും കത്തിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് 2 ഒന്നും പറയാൻ കിട്ടുന്നില്ല. കുറെ നേരം ഇങ്ങനെ നോക്കുക, അങ്ങോട്ട് നോക്കുക, ചിരിക്കുക. ഇമാതിരി പരിപാടി തന്നെ ഇനി കുറച്ചു നേരം. അങ്ങനെ ക്യാപ്പും കൂടി വെച്ചു കൊടുത്തപ്പോ ആ മുഖം അങ്ങോട്ട് തിളങ്ങി. ഇനി അവിടെ ലൈറ്റിന്റെ ആവശ്യമില്ലേ ഇനി. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ആദ്യമായി എൻ്റെ അമ്മ കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ അവിടുന്ന് ചൊല്ലി എന്തൊക്കെയോ ചെയ്തു. ആദ്യം കെട്ടിയവനാ കേക്ക് കൊടുത്ത്. വിഷമൊന്നും ആയില്ല. ഞാൻ പിന്നെ കട്ടുതമ്പാവാതെ അകത്തേക്ക് പോയിട്ട് ആ റൊമാൻറ്റിക് സീന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് വന്ന്. അതും കൂടി ആയപ്പോൾ മുഖം സൂര്യന്റെ പ്രകാശം പോലെ തിളങ്ങി. പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങായിരുന്നു. അതൊന്നൊന്നര ടൈം എടുത്തു. കാരണം അവന്മാര് നല്ലോണം ഇൻസുലേഷൻ ടാപ്പ് ഒക്കെ വിട്ട് ഒട്ടിച്ചോണ്ട് നല്ല പണിയായിരുന്നു തുറക്കാൻ. അവസാനം തുറന്നപ്പോ അങ്ങ് ഞെട്ടിപ്പോയി. അമ്മയ്ക്ക് എത്ര നോക്കിയിട്ട് ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ കഴിയില്ലേ. അമ്മമാരി ഒട്ടിച്ച് അങ്ങനെ പാവ അവസാനം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒടുവിൽ ഓരോന്ന് പറിച്ചെടുത്ത്
ആ ഡ്രസ്സ് അങ്ങോട്ട് എത്തിയപ്പോൾ ഉണ്ടല്ലോ സൂര്യന്റെ പ്രകാശമൊന്നും ഒന്നുമല്ല. അപ്പത്തമ്മന്റെ മുഖത്തുനിന്ന് വരുന്ന പ്രകാശം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, ഞങ്ങളെ കണ്ണടച്ചുപോയി. ആ ഗിഫ്റ്റിലെ ബാക്കിയുള്ള സാധനങ്ങൾ നോക്കുന്നിടയിലാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നത് ബാക്കിയുള്ളവർക്ക് കേക്ക് കൊടുത്തില്ലാന്ന്. പിന്നെ ഒരു കേക്ക് വിതരണത്തിന്റെ രംഗമായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്ത എല്ലാ സാധനം കൂടി ഇട്ട് വന്ന ഒരു ഫോട്ടോ എടുക്കലായി. എൻ്റെ പൊന്നോ, ഐശ്വര്യമായി മാറിക്കോ. അതിന്റെ ഇടയിൽ കൂടെയാണ് ചേച്ചിന്റെ കുറിപ്പിന്റെ വക ഒരു വീഡിയോ കോൾ. മാമ വാങ്ങിത്തന്ന കണ്ടോ, വാച്ച് കണ്ടോ, വാച്ച് കണ്ടോ, മാല കണ്ടോ, ചെരുപ്പ് കണ്ടോ. കുരിപ്പിന്റെ കോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെയും റൊമാൻറ്റിക്കായി. ഞാനത് സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞു എല്ലാവരും കൂടി ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ പിന്നെയും കട്ടുറുമ്പായി. ചുമ്മാ ഒരു രസം. അങ്ങനെ സെൽഫി പരിപാടിയും കഴിഞ്ഞ് നേരെ ഇനി ഫുഡ് ട്രീറ്റ് കൊടുക്കണമല്ലോ, അതിനുവേണ്ടി നേരെ അങ്ങോട്ട് വിട്ടു മന്തിക്കടയിൽ. അങ്ങനെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നു, വിചാരിച്ചാലും ഭംഗിയായിട്ട് നടന്നു. ആൻഡ് നിങ്ങളും ഇതേപോലെ നിങ്ങളെ പാരൻസിനൊക്കെ ഇടയ്ക്കാക്കി പണി കൊടുക്ക്. അയ്യോ പണിയല്ല, ഐ മീൻ സർപ്രൈസ് കൊടുക്കട്ടോ. ആൻഡ് ഇതൊക്കെ ഒരു നല്ല മെമ്മറീസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് മേക്ക് ഷുവർ യു ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ ഓൾസോ. ഓക്കെ, ബൈ.